السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين المبعوث رحمة للعالمين محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയുടെ 106-ാമത്തെ ആയത്തിന്റെ അർത്ഥവും അതുപോലെ തന്നെ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ഒരു വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഈ ആയത്തിൽ യഹൂദികളുടെ ആരോപണങ്ങൾക്കുള്ള മറുപടി ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ, വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ നഅതി ബി ഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ് എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തൗറാത്തിലെ ചില നിയമങ്ങൾ അത് പരിശുദ്ധ ഖുർആൻ നസ്ഖ് ചെയ്തപ്പോൾ ആ നസ്ഖ് ചെയ്ത നിയമത്തെക്കാൾ കൂടുതൽ ഉത്തമമായ നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി ഈ ഉമ്മത്തിന് പരിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. ഇവിടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഈ നസ്ഖ് എന്താണ് എന്ന് കൃത്യമായി ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയിൽ പകർത്തുക, നീക്കം ചെയ്യുക എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു മതവിധി, ആ മതവിധി നീക്കം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ മതവിധി ദുർബലപ്പെടുത്തിക്കൊണ്ട് അതിന്റെ സ്ഥാനത്ത് മറ്റൊരു വിധി നിശ്ചയിക്കുന്നതിനാണ് നസ്ഖ് എന്ന് സാങ്കേതികമായി പറയാറുള്ളത്. ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ അൻ-നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഈ നസ്ഖിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അൻ-നസ്ഖു ഹുവ നഖൽ, നസ്ഖ് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക എന്നർത്ഥം. ഫഹഖീഖത്തു നസ്ഖ്, നസ്ഖിന്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ്യം നഖ്ലുൽ മുകല്ലഫീന മിൻ ഹുക്മിൻ മശ്റൂഇൻ ഇലാ ഹുക്മിൻ ആഖിർ ഔ ഇലാ ഇസ്ഖാതിഹി, മതവിധികൾ കൊണ്ട് കൽപ്പിക്കപ്പെട്ട മുകല്ലഫീങ്ങളായ ആളുകളെ നിയതമായ ഒരു മതവിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്ക് നീക്കം ചെയ്യുകയോ മാറ്റുകയോ അല്ലെങ്കിൽ ആ വിധിയെ ഇല്ലാതാക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നതിനാണ് നസ്ഖ് എന്ന് പറയുന്നത് എന്ന് അബ്ദുറഹ്മാൻ അൻ-നാസിർ സഅദി റഹിമഹുല്ലാ ഇവിടെ നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അത് വിസ്മരിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, ഖുർആനിലെ ചില ആയത്തുകൾ അത് വായനയിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും ഒക്കെ നീക്കം ചെയ്തുകൊണ്ട് ആ ആയത്തുകളെ കുറിച്ചുള്ള സ്മരണ ഇല്ലാതാക്കുക എന്നതാണ് അതിന്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിലെ അവസാനത്തെ 10 ഇന്ന ദിവസത്തിലെ രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിരുന്നു. എന്നാൽ പിന്നീട് ആ ദിവസത്തെ കുറിച്ചുള്ള സ്മരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ എടുത്തു മാറ്റിയപ്പോൾ ഏത് സമയത്താണ് ലൈലത്തുൽ ഖദർ എന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു സ്മരണ അത് ഇല്ലാതെയായി എന്നാണ്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ആദ്യം അവതരിച്ച പല ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പാരായണം ചെയ്യുന്നതിൽ നിന്ന് ഹൃദയത്തെ മറപ്പിക്കുകയാണ് ചെയ്തത്. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായിട്ടുള്ള ഒരു റിപ്പോർട്ട്. അദ്ദേഹം പറയുകയാണ്, സൂറത്ത് അഹ്സാബ് ആദ്യത്തിൽ സൂറത്തുൽ ബഖറയുടെ അത്ര ദൈർഘ്യമുള്ള വളരെ വലിയ അധ്യായമായിരുന്നു എന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇമാം അബ്ദുർ റസാഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിലും ഇമാം നസായി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിലും ഒക്കെ ഉദ്ധരിച്ച സ്വഹീഹായ റിപ്പോർട്ടാണ് ഇത്. അതായത് സഹോദരങ്ങളെ, ഇന്ന് 73 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ അഹ്സാബ് തുടക്കത്തിൽ അത് 200ഓളം ആയത്തുകളുള്ള വലിയ ഒരു അധ്യായമായിരുന്നു എന്നാണ്.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അത് ഹൃദയങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോ ഈ നീക്കം ചെയ്യൽ അല്ലെങ്കിൽ ആയത്തുകളെ ദുർബലപ്പെടുത്തുന്ന ഈ ഒരു രീതി, അള്ളാഹുവിന്റെ ദീനിൽ മതനിയമങ്ങൾ നസ്ഖ് ചെയ്യപ്പെടുന്ന ഈ ഒരു രീതി, അത് അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പിൻബലത്തോടു കൂടിയാണ് ഈ രൂപത്തിലുള്ള നസ്ഖ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ നസ്ഖ് പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും 3 രൂപത്തിലുള്ള നസ്ഖുകൾ പരിശുദ്ധ ഖുർആനിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഒന്നാമത്തേത്, പരിശുദ്ധ ഖുർആനിലെ ആയത്തും ആ ആയത്തിലടങ്ങിയ മതവിധിയും നസ്ഖ് ചെയ്യപ്പെട്ടതായിരിക്കുമെന്നാണ്. രണ്ടാമത്തേത്, പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നിലനിർത്തിക്കൊണ്ട് ആ ആയത്തിന്റെ മതവിധി മാത്രം നസ്ഖ് ചെയ്യപ്പെടുന്ന രീതിയാണ്. ഇതാണ് രണ്ടാമത്തെ രൂപം. ഇനി മൂന്നാമത്തെ രൂപം, അത് മതവിധി നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് മാത്രം നസ്ഖ് ചെയ്യപ്പെടുന്നതാണ് ഈ മൂന്നാമത്തെ രൂപം. ഇതിനൊക്കെ സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ച പോലെ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ആഴത്തിൽ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നസ്ഖിനെ നിഷേധിക്കുകയും അങ്ങനെ നസ്ഖ് സംഭവിക്കാൻ പാടില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നവരാണ്. വാസ്തവത്തിൽ യഹൂദികളുടെ കൈവശമുള്ള വേദഗ്രന്ഥം പരിശോധിച്ചാൽ അവരുടെ കൈവശമുള്ള തൗറാത്തിൽ ഈ രൂപത്തിലുള്ള നസ്ഖ് അത് പറയപ്പെട്ടിട്ടുള്ള, അവർ അംഗീകരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം പരിശോധിക്കുകയാണ് എങ്കിൽ, ആദം നബി അലൈഹി ഇസ്ലാമിയുടെ കാലത്ത് വിവാഹം, അന്ന് ആദം നബി അലൈഹി ഇസ്ലാമിയുടെ പുത്രന്മാരും പുത്രിമാരും തമ്മിൽ വിവാഹം നടത്താമായിരുന്നു. എന്നാൽ ഈ നിയമം പിന്നീട് നസ്ഖ് ചെയ്യപ്പെടുകയും സഹോദര സഹോദരിമാർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയും ചെയ്തു എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മകനെ ബലിയറുക്കുവാനുള്ള കൽപ്പന വന്നതും പിന്നീട് ആ കൽപ്പന ദുർബലപ്പെടുത്തിക്കൊണ്ട് അതിന് പകരം ഒരു ആടിനറുത്താൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. ഇതെല്ലാം സഹോദരങ്ങളെ തൗറാത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളാണ്. ഈ രൂപത്തിൽ ധാരാളം സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് നിശ്ചയിച്ച പല നിയമങ്ങളും പിന്നീട് ദുർബലപ്പെടുത്തിക്കൊണ്ട് അതിന് പകരമായി അതിനേക്കാൾ ഉത്തമമായ നിയമങ്ങൾ ഒരു മതനിയമമായി നിശ്ചയിച്ചു കൊടുത്തത് അത് യഹൂദികളുടെ കൈവശമുള്ള വേദഗ്രന്ഥങ്ങൾ പരതി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അതിൽ കാണാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച തൗറാത്തിലെ ചില നിയമങ്ങൾ ഈസാ നബി അലൈഹി ഇസ്ലാമയിലൂടെ അവതരിപ്പിച്ച ഇഞ്ചീലിലൂടെ ഏതാനും ചില നിയമങ്ങൾ ദുർബലപ്പെടുത്തിയതുപോലെ തൗറാത്തിലെയും ഇഞ്ചീലിലെയും നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നസ്ഖ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള നസ്ഖിനെ നിഷേധിക്കുന്നത് അത് കുഫ്റാണ്, സത്യനിഷേധമാണ് എന്ന് യഹൂദികളെ പഠിപ്പിക്കുകയാണ് വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നസ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഇനി സഹോദരങ്ങളെ, ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാസ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് തുടർന്നുള്ള ആയത്തുകളുടെ പഠനങ്ങളിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെട്ട അവന്റെ ദീനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.